ആഹാ എങ്ങോട്ടപ്പം ഇന്ന് രാവിലെ തന്നെ കുറ്റിയും പറിച്ച് അതല്ലേ നിങ്ങൾ ആലോചിക്കണത് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് നേരെ പെരിന്തൽമണ്ണ തൃശ്ശൂർക്ക് പോവാം. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോരാ എങ്ങനെ ഉണ്ടാവും? ഇത് കറങ്ങാൻ നടക്കൊന്നുമല്ല കേട്ടോ. ഇക്കാൻ്റെ കൂടെ ട്രിപ്പ് പോണ ലോറിയിൽ കയറി കൂടിയതാണ്. എന്താ അറിയില്ല, ഇന്നലെ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു നോക്ക് നാളെ ട്രിപ്പ് പോകുമ്പോൾ ഈ പോരണം എന്നുള്ളത്. കേൾക്കേണ്ട താമസം ഞാനുണ്ടെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂസ് ഉണ്ടായതിന് ശേഷം ഫസ്റ്റ് ടൈമാണ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താകും ഓനെയും കൊണ്ട് പോയാലെന്നുള്ളത്. ഒറ്റയ്ക്ക് ഞാനും ഇക്കയും കാറിലാവുമ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും മടങ്ങാമല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. പക്ഷെ ആളെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ഭയങ്കര ഹാപ്പിയായി. കുറേ സ്ഥലത്തു നിന്ന് സാധനം എടുക്കാനും കുറേ സ്ഥലത്ത് സാധനം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. എനിക്കല്ലെങ്കിലും ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഏരിയക്ക് പോകണമെന്നൊന്നുമില്ല, ഇങ്ങനെ പോയാൽ മതി. ഇതാകുമ്പോൾ വലിയ ചിലവൊന്നുമില്ല. നോക്ക്, ഇതാണ് സത്യേട്ടൻ്റെ കട കേട്ടോ. ഇക്കാൻ്റെ ഫോണിക്ക് ഇങ്ങനെ കോൾ വരുമ്പോൾ ആ പേര് ഞാൻ കുറേ തവണ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാളെ നേരിൽ കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ ഇക്കാൻ്റെ കൂടെ ട്രിപ്പ് പോയി കണ്ട് പരിചയമായ കുറേ ആൾക്കാരുണ്ട്. പെരിങ്ങോട്ടൂർ ശീത ചേച്ചിയൊക്കെ കേട്ടോ. നോക്കി ഇനി അവിടുന്ന് നമുക്ക് നേരെ കോഴിക്കോട്ടേക്ക് പോവാം. നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടു കേട്ടോ. നിർത്താനൊന്നും പറ്റൂല കാരണം ടൈം വൈകിയാലോ. അപ്പോൾ കോഴിക്കോടത്തെ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.